കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഹലോ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 5.0. നമ്മളിവിടെ ഇഗ്നോയുടെ മുൻകാല ചോദ്യ പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ MCH 018 ക്വാണ്ടം കെമിസ്ട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദിസ് സെഷൻ. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി വളരെ ഡീപ്പായിട്ട് നമ്മുടെ ക്വാണ്ടം കെമിസ്ട്രി എന്ന പേപ്പറിനകത്ത് നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകണം, ഏതൊക്കെ ടോപ്പിക്സ് എന്നാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, സോ അതനുസരിച്ച് ഏതൊക്കെ ടോപ്പിക്കാണ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മളൊരു ക്വസ്റ്റ്യന് സ്ട്രാറ്റജിക് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത്, എത്ര ടൈം ഒരു ക്വസ്റ്റ്യന് നമ്മൾ മീൻസ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ആൻസർ എഴുതുന്ന സമയത്ത് എത്ര ടൈം വെച്ച് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും ഡിവൈഡ് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും എങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും നമുക്ക് ഈ വരുന്ന ഡിസംബർ 2025 ടെർമിനൽ ആൻഡ് എക്സാമിനേഷൻസിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നാണ് ഓവറോൾ നമ്മൾ ഈ ഒരു സെഷനോട് ഉദ്ദേശിക്കുന്നത്. സോ ഇനീഷ്യലി നമുക്ക് ഈ സെഷനകത്ത് സിലബസ് മാപ്പിംഗ് വരുന്നുണ്ടാകും. അതായത് നമുക്കറിയാം ഇഗ്നോയുടെ എല്ലാ പേപ്പേഴ്സിനെയും എല്ലാ കോഴ്സസിനെയും ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ ബ്ലോക്കിലെയും ഏതൊക്കെ യൂണിറ്റുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ യൂണിറ്റിനകത്ത് നിന്നാണ് റിക്കറിംഗ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ എക്സാമിന്റെ ഒരു ഓവറോൾ പാറ്റേൺ എങ്ങനെയാണ്, ഫോർമാറ്റ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കൺസെപ്ച്വൽ വൈസ് ക്വസ്റ്റ്യൻസ് ആണോ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ്, ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ്, എവിടേക്കാണ് നമ്മൾ ഒന്നും കൂടെ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഒട്ടും മിസ് ചെയ്യാതെ പഠിച്ചു പോകേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിനകത്ത് നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ടോപ്പിക് പ്രൊബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ടോപ്പിക് നമ്മുടെ സിലബസിൽ ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ എംഫസൈസ് ചെയ്ത് പഠിക്കണം. അതിനുശേഷം നമ്മൾ ഇതിന്റെ എല്ലാം ബേസിസിൽ ഇഗ്നോർഡ് മാറി വരുന്ന സിലബസിന്റെയും ക്വസ്റ്റ്യൻ പാറ്റേൺസിന്റെയും അതുപോലെ ആ ഒരു ബേസിസിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ അതിന്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും എല്ലാം ഡിസ്കസ് ചെയ്യും. സോ ആക്ച്വലി നമ്മൾ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് തന്നെ നമ്മളെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷമാണ്. നമ്മുടെ ഇഗ്നോയുടെ സിലബസ്, ഇഗ്നോയുടെ അവൈലബിൾ ആയിട്ടുള്ള ഡിസംബറിലെയും ജൂണിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിനകത്ത് എങ്ങനെയാണ് ഓരോ ടൈമിലും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് മാറി വരുന്നത്, ഏതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടത്, ആ കാര്യങ്ങളെല്ലാം പ്രോപ്പറായി അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. സോ ബ്ലോക്കിനകത്ത് യൂണിറ്റ് 1 അതായത് മാറ്റർ വേവ്സ് ക്വാണ്ടൈസേഷൻ ആൻഡ് ക്ലാസിക്കൽ ഇൻഅഡീക്വൻസി എന്ന ടോപ്പിക് 2 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആയിട്ടുള്ള യൂണിറ്റ് 2 പോസ്റ്റുലേറ്റ് ഓപ്പറേറ്റേഴ്സ്, ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ്, കമ്മ്യൂട്ടേഷൻ, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ്, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ, എനർജി ഗ്യാപ്പ്, ആ ഒരു ടോപ്പിക് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ബോക്സ്, സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ് 3 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്.
ദെൻ ഇനി ബ്ലോക്ക് 2 മോഡൽ സിസ്റ്റംസ് ആൻഡ് ഹൈഡ്രജൻ ആറ്റം. ബ്ലോക്ക് 2 വരുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 5 ഹാർമോണിക് ഓസിലേറ്റർ, ഹെർമൈറ്റ് പോളിനോമിയൽസ്, റിജിഡ് റോട്ടർ. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് 3 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 6 ഹൈഡ്രജൻ ആറ്റം, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ, സ്പെറിക്കൽ കോർഡിനേറ്റ്സ് എന്ന പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 4 തവണയാണ് ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 7 എനർജി ലെവൽസ്, റേഡിയൽ ഫംഗ്ഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ക്വാണ്ടം നമ്പേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് 4 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 ആംഗുലാർ മൊമെന്റം ആൻഡ് LS കപ്ലിംഗ് എന്ന ഭാഗത്ത് നിന്നും 2 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 3 അപ്രോക്സിമേഷൻ ആൻഡ് മൾട്ടി ഇലക്ട്രോൺ ആറ്റംസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 വാരിയേഷൻ തിയറം, ട്രയൽ വേവ് ഫംഗ്ഷൻസ്, പെർട്ടർബേഷൻ. ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 4 ടൈംസ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ഹീലിയം ആറ്റം, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ, ഇന്റർ ഇലക്ട്രോൺ റിപ്പൽഷൻ, പോളി പ്രിൻസിപ്പിൾ. ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 3 തവണയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് തിയുടെ C2V ടേബിളും സിമെട്രി എലമെന്റ്സും. ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 3 ടൈംസും. MO തിയറി, ഹക്കൽ തിയറി 3 തവണയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ആക്ച്വലി ഇവിടെ അനലൈസ് ചെയ്യുന്നത് ഡിസംബർ 2024 ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇപ്പം പറഞ്ഞ ഈ കാര്യങ്ങള് ജസ്റ്റ് ഒരു ബാർ ഡയഗ്രം ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എക്സ് ബ്ലോക്ക്, വൈ കൗണ്ട് ഓഫ് ടോപ്പിക് അപ്പിയറൻസസ് ആണ്. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു ബാർ ഡയഗ്രാം, ഗ്രാഫ് ആയിട്ടും ഒരു ഹീറ്റ് മാപ്പ് ആയിട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ആ ഹീറ്റ് മാപ്പിൽ എങ്ങനെ അനലൈസ് ചെയ്യണം അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്നുള്ളത്. പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ്. പാർട്ടിക്കിൾ ഇൻ ബോക്സിനകത്ത് 1 ഡയമെൻഷണൽ ബോക്സും 3 ഡയമെൻഷണൽ ബോക്സും ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് നിന്ന് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷന്റെ ഫോർമുലേഷൻ, എനർജി ഗ്യാപ്സ്, സെപ്പറേഷൻ ഓഫ് വേരിയബിൾ സെപ്പറേഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒട്ടും മിസ് ചെയ്യാതെ പഠിച്ചിട്ട് പോകണം. ദെൻ ഹൈഡ്രജൻ ആറ്റത്തിലോട്ട് വരുമ്പം റേഡിയൽ ഫംഗ്ഷൻസ്, ട്രാൻസിഷൻസ്, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു ടോപ്പിക്കാണ്. ഹൈഡ്രജൻ ആറ്റത്തിലെ റേഡിയൽ ഫംഗ്ഷൻസ്, ഈ ടോപ്പിക്സ് എല്ലാം, ട്രാൻസിഷൻ, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. ഇനി അപ്രോക്സിമേഷൻ മെത്തേഡ്സിലോട്ട് വരുമ്പം വാരിയേഷൻ തിയറം. ഈ വാരിയേഷൻ തിയറം ചോദിക്കുന്നത് തന്നെ ഏതെങ്കിലും ഒരു ട്രയൽ ഫംഗ്ഷൻ തരും. മീൻസ് സിംപ്ലി വാരിയേഷൻ തിയറം സ്റ്റേറ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ട്രയൽ ഫംഗ്ഷൻ തന്നിട്ട് അത് വെച്ചിട്ട് വാരിയേഷൻ തിയറം ആ ഒരു ട്രയൽ വേവ് ഫംഗ്ഷനിലോട്ട് അപ്ലൈ ചെയ്യാനും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പേപ്പറിനകത്ത് നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഴ്സ്, അതായത് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് പൊതുവെ 2 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. അങ്ങനെ ഒരു 5 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അത് കൂടാതെ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ് ഉണ്ടാവും. ന്യൂമറിക്കൽ പറയുമ്പോൾ അതിനകത്ത് വരുന്നത് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ, അതായത് 2 to 5 മാർക്കിനൊക്കെയാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ചില സമയത്തെല്ലാം ഏതെങ്കിലും മെയിൻ ക്വസ്റ്റ്യൻസിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഇതുപോലത്തെ കാര്യങ്ങൾ, ഇതുപോലത്തെ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ടും വരുന്നത് എനർജി ഗ്യാപ്സ്, അയണൈസേഷൻ, ബോക്സ് ലെങ്ത്, ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കും. പിന്നെ നമുക്ക് ഇത് കൂടാതെ ഡെറിവേഷൻ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 3 to 5 മാർക്സിനാണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടും വരുന്നത് റിക്കേർഷൻ ഫോർമുല, ഹെർമൈറ്റ് പോളിനോമിയൽസ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ, വാരിയേഷൻ തിയറം, ഈ ഒരു ടോപ്പിക്സിൽ നിന്നാണ്. ദെൻ കൺസെപ്ച്വൽ എക്സ്പ്ലനേഷൻ, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിട്ട് ഷോർട്ട് ആൻസർ ടൈപ്പിലും ചോദിക്കാറുണ്ട്, ലോങ് ആൻസർ ടൈപ്പിലും ചോദിക്കാറുണ്ട്. ഷോർട്ട് ആൻസർ ടൈപ്പ് ആകുമ്പോൾ ഒരു 2 to 5 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. സോ അതിനകത്ത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ഡെഫിനിഷൻസ്, അതിന്റെ സിഗ്നിഫിക്കൻസ് വളരെ ബ്രീഫായിട്ട് അതിന്റെ ഒരു തിയറിയും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി ഡയഗ്രാം ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഡയഗ്രത്തിനകത്ത് ഗ്രൂപ്പ് തിയറിയിൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്, C2V മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, C3V, അതെല്ലാം ചോദിക്കാറുണ്ട്. ഒരു 3 to 5 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. അതുപോലെ MO ഡയഗ്രാംസ്, പെർട്ടിക്കുലർലി നമുക്ക് ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസിന്റെയും അതുപോലെ തന്നെ ഹെട്രോ ഡയറ്റോമിക് മോളിക്യൂൾസിന്റെയും മോളിക്കുലർ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനുണ്ട്. സോ അത്
അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വിത്ത് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാംസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ അതിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 വേർഡ്സ് ആണ്. അതുപോലെ 3 മാർക്ക് ക്വസ്റ്റ്യൻസിന് നമ്മൾ 80 വേർഡ്സ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 150 വേർഡ്സ്, 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 220 വേർഡ്സ് വരെ അത് എന്ത് ചെയ്യാം, നമുക്ക് 220 വേർഡ്സിൽ വരെ ആൻസർ കവർ ചെയ്യാൻ പറ്റണം. സോ ഇപ്പം 10 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്ട്രക്ചേർഡ് ആയിരിക്കണം അതിന്റെ ആൻസർ. അതായത് അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം, ദെൻ അതിന്റെ ഒരു ഡെഫിനീഷൻ വേണം, അതിനകത്ത് എക്സാമ്പിൾസ് വേണം, ന്യൂമറിക്കൽ പ്രോബ്ലംസ് വേണം, ഡയഗ്രാംസ് വേണം. ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ആ ഒരു ആൻസറിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ടാവണം. വളരെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ടാവണം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ വളരെ കൺസൈസ് ആയിട്ടുള്ള ഡെഫിനീഷൻസ്. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ജസ്റ്റ് അത്രയും എഴുതിയാൽ തന്നെ ഷോർട്ട് ആൻസറിനുള്ള മാർക്കായി. അതുപോലെ 1-2 ജസ്റ്റിഫിക്കേഷൻസും കൊടുക്കാം. അതുപോലെ ഇപ്പം എന്താ പറയാ, ഇപ്പൊ നമ്മുടെ ഷോർട്ട് ആൻസറിന്റെ ഒരു എക്സ്പെക്ടഡ് വേർഡ്സ് എന്ന് പറയുന്നത് 40 വേർഡ്സ്. മാക്സിമം 40 വേർഡ്സിൽ നമ്മൾ ആൻസർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിന്റെ ഫോർമുല, ആൻസർ വിത്ത് യൂണിറ്റ്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനീഷ്യലി ആ ക്വസ്റ്റ്യനകത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും അത് ആദ്യം തന്നെ എഴുതി വെക്കുക. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട യൂണിറ്റ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട പാരാമീറ്ററിന്റെ ഫോർമുല എന്താണോ അത് എഴുതി വെക്കുക. ദെൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുക. അവസാനം ആൻസർ എഴുതുന്ന സമയത്ത് ഉറപ്പായിട്ടും യൂണിറ്റ് എഴുതണം. ഏകദേശം ഒരു 60 to 150 വേർഡ്സിലാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി കൺസെപ്ച്വൽ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് പോസ്റ്റുലേറ്റ്സ്, ഡീജനറസി ആർഗ്യുമെന്റ്സ്, ബോൺ ഓപ്പണിമർ അപ്രോക്സിമേഷൻസ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, ഈ വക ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു കൺസെപ്ച്വൽ എക്സ്പ്ലനേഷൻ കാറ്റഗറിയിൽ വരുന്നുണ്ടാവുക. 2 to 5 മാർക്സ് ആണ് പൊതുവെ കാണാറുള്ളത്. സോ അതിനകത്ത് നമ്മൾ അതിന്റെ ഒരു കീ ഐഡിയ കൊടുത്തിരിക്കണം. അതുപോലെ ഒന്നല്ലെങ്കിൽ ഒരു ഇംപ്ലിക്കേഷൻസ്, മീൻസ് ഏതെങ്കിലും ഒരു എക്സാമ്പിളോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ എന്താ പറയാ ന്യൂമറിക്കലി സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ന്യൂമറിക്കലി സ്റ്റേറ്റ് ചെയ്യുക. ഡയഗ്രാംസ് ആണെങ്കിൽ ചെറിയ തോതിലെങ്കിലും ചില ഡയഗ്രാംസ് കൊടുക്കുക. ഡയഗ്രാംസ് പ്രോപ്പർലി ലേബൽഡ് ആവണം. അങ്ങനെ ഓവറോൾ വളരെ പ്രിസൈസ് ആയിട്ട് ആ ഒരു ടോപ്പിക്കിൽ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടാവണം. ഇനി ഡെറിവേഷനും പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ ഡെറിവേഷൻസോ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ, ചില ഭാഗത്തെല്ലാം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം നമ്മൾ വേർഡ്സിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോ അത് വേർഡ്സിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ പ്രോപ്പർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി, പ്രൂഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹെൻസ് പ്രൂവ്ഡ് എന്ന് വരെ എഴുതിയിട്ട് നമ്മൾ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓവറോൾ ഒരു 150 വേർഡ്സിലായിരിക്കും നമ്മൾ ഇതിന്റെ ഒരു ആൻസർ കവർ ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, ബ്ലോക്ക് വൈസ് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. December 24ലും June 25ലെയും നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. സോ ബ്ലോക്ക് 1ന് 8.86 ആണ് December 24ന് ചോദിച്ചിട്ടുള്ളത്. June 25നാണെങ്കിൽ 3.43. സോ ആവറേജ് ഓഫേർഡ് മാർക്ക് എന്ന് പറയുന്നത് 6.14 ആണ്. ഒരു പേപ്പറിൽ നമുക്ക് ആവറേജ് എത്ര പ്രതീക്ഷിക്കാം, 4.39 വരെ പ്രതീക്ഷിക്കാം. സോ ടോട്ടൽ പെർസെൻറ്റേജ് 8.78. ബ്ലോക്ക് 2ല് December 24ല് 13.43 ആണ്. June 25ല് 5 ആണ്. സോ ആവറേജ് 9.21. ഒരു പേപ്പറിൽ നമുക്ക് 6.58 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. സോ ടോട്ടൽ പെർസെൻറ്റേജ് 13.16 ആയിരിക്കും. ഇനി ബ്ലോക്ക് 3 ആണെങ്കിൽ 1.43. June 25ല് ഒട്ടും തന്നെ ചോദിച്ചിട്ടില്ല ബ്ലോക്ക് 3നകത്ത് നിന്ന്. സോ ആവറേജ് 0.71. ഈ ആവറേജ് പെർ പേപ്പർ 0.51 ആയിരിക്കും. ടോട്ടൽ പെർസെൻറ്റേജ് 1.0, അപ്രോക്സിമേറ്റ്ലി 1%. ഗ്രൂപ്പ് തിയറിക്ക് അകത്തുനിന്ന് December 24ല് 6.43 ആണ് കവർ ചെയ്തിട്ടുള്ളത്. June 25ലും സെയിം 6.43. സോ
ആവറേജും സെയിം തന്നെയാണ് വരുന്നത്. ഒരു പേപ്പറിൽ നമുക്കൊരു 4.59 മാർക്സിന് വരെ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ബ്ലോക്ക് ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് ഓവറോൾ പെർസെൻറ്റേജ് 9.18. ഇനി മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് നിന്ന് 7 മാർക്സിനാണ് ഡിസംബർ 24 ചോദിച്ചിട്ടുള്ളത്. ജൂൺ 25 13 മാർക്സിന് ആവറേജ് നമുക്കൊരു 10 പ്രതീക്ഷിക്കാം. ഒരു പേപ്പറിൽ നമുക്ക് 7.14 മാർക്സ് വരെ പ്രതീക്ഷിക്കാം. സോ ടോട്ടൽ പെർസെൻറ്റേജ് 4.29 ആണ്. ഇനി ജനറൽ ആയിട്ട് 9.86 ഡിസംബർ 24, 18.14 ജൂൺ 25, ആവറേജ് 14, ആവറേജ് പെർ പേപ്പർ 10 ആൻഡ് ടോട്ടൽ പെർസെൻറ്റേജ് 20%. സോ ബ്ലോക്ക് 1 ഇൻട്രോ വരുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ക്വാണ്ടം മെക്കാനിക്സിലോട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്താണ്. നമ്മൾ ആക്ച്വലി ബ്ലോക്ക് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചിട്ടാണ്. ദെൻ വേവ് മെക്കാനിക്സ്, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. സോ ഓവറോൾ പെർസെൻറ്റേജ് ബ്ലോക്ക് 1ന്റെ ഒരു ഷെയർ എന്ന് പറയുന്നത് 14.4% ആണ്. ബ്ലോക്ക് 2ലാണെങ്കിൽ റോട്ടർ, റോട്ടർ, ഹൈഡ്രജൻ ആറ്റം, ആംഗുലാർ മൊമെന്റം, ഇത്രയും ടോപ്പിക്സിൽ നിന്ന് നമുക്ക് എത്ര ഒരു ഷെയർ പ്രതീക്ഷിക്കാം? 9.5% ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാം. ബ്ലോക്ക് 3ലാണെങ്കിൽ അപ്രോക്സിമേഷൻ മെത്തേഡ്സും മൾട്ടി ഇലക്ട്രോൺസും, ഗ്രൂപ്പ് തിയറിയിലാണെങ്കിൽ സിമെട്രിയും C2V ടേബിൾസ്, ഇതെല്ലാം എക്സ്പെക്റ്റഡ് ടോപ്പിക്സ് ആണ്. ഇനി മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ആ ഒരു ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രംസ് ഓഫ് കാർബൺ മോണോക്സൈഡ്, HF, ഹക്കൽ, പ്രോംപ്റ്റ്, ഇതെല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ടോപ്പിക്സ് ആണ്. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റയുടെ ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഏതൊക്കെ മീൻസ് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ന്യൂമറിക്കൽസ് ഡിപ്ഡ് എന്ന് പറയുമ്പോൾ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരു 18.6% ആയിരുന്നു ഡിസംബർ 2024, 7.1% ആയിരുന്നു ജൂൺ 2025. ഓക്കെ, സോ നമുക്ക് മീൻസ് അതിനകത്ത് ഡെറിവേഷൻസ് വരുന്നുണ്ട്, പ്രൂഫ്സ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് ആക്ച്വലി ക്വാണ്ടം കെമിസ്ട്രിയുടെ പേപ്പറിലെല്ലാം പ്രോബ്ലംസ് നമുക്ക് അത്യാവശ്യം പ്രോബ്ലംസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡെറിവേഷൻസ് എന്ത് ചെയ്തു, ഡെറിവേഷൻസിൽ 4.3% ആയിരുന്നു, അത് 11.4%ലോട്ട് ഇൻക്രീസ് ചെയ്തു ഡിസംബർ 24 നിന്ന് ജൂൺ 25 എത്തിയപ്പോഴേക്കും. സോ അതിനകത്ത് റിക്കേർഷൻ ഫോർമുല, റിജിഡ് റോട്ടർ, അപ്രോക്സിമേഷൻ മെത്തേഡ്സ്, ഈ ഭാഗത്ത് നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് പിന്നീട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഷോർട്ട് ആൻസർ ടൈപ്പ് 14.3% ആയിരുന്നു. അതായത് ഷോർട്ട് ആൻസർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു 5 എണ്ണം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും വരുന്നത്. സോ ഇനി നമ്മൾ ഓവറോൾ നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻ ടൈം നമുക്ക് ടോട്ടൽ 50 ഔട്ട് ഓഫ് 50 ആയിരിക്കും നമ്മുടെ പേപ്പർ വരുന്നുണ്ടാവുക. 2 hour ആയിരിക്കും നമ്മുടെ എക്സാം. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 20 to 25 മിനിറ്റ്സ്, അതായത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 മിനിറ്റ്സ് എടുക്കുക. അങ്ങനെ ടോട്ടൽ ഒരു 20 to 25 മിനിറ്റ്സ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ലോങ് ആൻസേഴ്സിന് മാക്സിമം 10 മിനിറ്റ്സ് എടുക്കുക. അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻസ്, സോ 40 മിനിറ്റ്സും കൊണ്ട് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ നോക്കുക. അതുപോലെ ഒരു 20 to 20 മിനിറ്റ്സ് എടുക്കാം. എന്തിനാ, ഇതുപോലെ ആ ഒരു ഇപ്പം ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ലോങ് ആൻസർ ആവില്ല, അതിനകത്ത് സബ് പാർട്സ് വന്നിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി 5 മാർക്ക് ഡെറിവേഷൻസ് ഒക്കെ ഒരു 8 to 9 മിനിറ്റിനുള്ളിൽ തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് 3 മാർക്കിനെല്ലാം വരുന്ന കോൺസെപ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് 5 to 6 മിനിറ്റ്സ് കൊണ്ട് കവർ ചെയ്യാൻ നോക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒരു 3 to 4 മിനിറ്റ്സ് കൊണ്ട് കവർ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി ഒരു 10 to 12 മിനിറ്റ്സ് നമുക്ക് കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. ആ ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടെ നമ്മൾ എഴുതിയ കാര്യങ്ങൾ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എവിടെയെങ്കിലും നമ്മൾ യൂണിറ്റ്സ് വിട്ടു പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും ഏതെങ്കിലും പ്രോബ്ലം ചെയ്തെടുത്ത് നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻസ് മാറിപ്പോയിട്ടുണ്ടോ, ഏതെങ്കിലും ഡയഗ്രാം ലാബിൽ ചെയ്യാനുണ്ടോ, ഹെഡിങ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്യാം. ഈ ഒരു സമയത്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ നമ്മൾ ഇക്വേഷൻസും എക്സ്പ്രഷൻസും എല്ലാം എഴുതുന്ന സമയത്ത് കറക്റ്റ് ബോക്സിലാക്കിയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ, കുറച്ച് ടോപ്പിക്സ് ആണ് പറയാനുള്ളത്. അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ട്രാൻസിഷൻസ്, അയണൈസേഷൻ എനർജി, അതെല്ലാം റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്. പാർട്ടിക്കിൾ ഇൻ 1 dimensional ബോക്സ്, പോയിന്റ് ഗ്രൂപ്പ് ആൻഡ് സിമെട്രി, പെർട്ടിക്കുലർലി C2V ടേബിളും H2O അസൈൻമെന്റും. ദെൻ കമ്മ്യൂട്ടേറ്റർ, ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഇവാലുവേഷൻ, ഹെർമൈറ്റ് പോളിനോമിയൽസ്, റോഡ്രിഗസ് ഫോർമുല, റിക്കേർഷൻ
ഇക്വേഷൻ ഫോർമുല, അതിന്റെ അപ്ലിക്കേഷൻ മീൻസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ തന്നിട്ട് അതിന്റെ ഹെർമൈറ്റ് എക്സ്പ്രഷനോ റോഡ്രിഗസ് ഫോർമുലയൊക്കെ ചോദിക്കാറുണ്ട്. rigid rotor and J moment of inertia, then von Oppenheimer approximation with a statement and significance, then particle in three-dimensional box, അതിന്റെ Schrodinger wave equation the solution by separation of variable method, then normalization. വാരിയേഷൻ തിയറത്തിലോട്ട് വരുമ്പോൾ വാരിയേഷൻ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ബേസിക് അപ്ലിക്കേഷൻസ്, അതുപോലെ ഹക്കൽ തിയറി ചോദിക്കാറുണ്ട്. പെർട്ടിക്കുലർലി എടുത്തിട്ട് ബ്യൂട്ടാഡൈൻ്റെതെല്ലാം ചോദിക്കാറുണ്ട്. ഓർഡറിങ്, ലിമിറ്റ്, EHT ഫിക്സിങ്, ആ കാര്യങ്ങളെല്ലാം ഹക്കൽ തിയറിയിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ്, അതായത് ഹൈഡ്രജൻ ആറ്റം ക്വസ്റ്റ്യൻസ് വരുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിൽ ട്രാൻസിഷൻസ്, അയണൈസേഷൻ എനർജി, 1s എക്സ്പെക്ടേഷൻ വാല്യൂസ്, ഇതെല്ലാം ബ്ലോക്ക് 2 യൂണിറ്റ് 6-7 കവർ ചെയ്യുന്ന ടോപ്പിക്സ്. 5 തവണ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സിൽ എനർജി ലെവൽസ്, ബോക്സ് ലെങ്ത്, ബ്ലോക്ക് 1 യൂണിറ്റ് 3 കവർ ചെയ്യുന്ന ഒരു ടോപ്പിക് ആണത്. പോയിന്റ് ഗ്രൂപ്പ്സ് ആൻഡ് സിമെട്രി ടേബിൾ, അസൈൻ പോയിന്റ് ഗ്രൂപ്പ് 3 തന്നെ ടോപ്പിക് ആണ്. 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് തിയറിയിലെ ഒരു ടോപ്പിക് ആണത്. കമ്മ്യൂട്ടേറ്റർ, ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ്, പ്രോപ്പർട്ടീസ് ആൻഡ് ഇവാലുവേഷൻ, ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഒരു ടോപ്പിക് ആണത്. 3 തവണ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹെർമൈറ്റ് പോളിനോമിയൽസ്, റോഡ്രിഗസ് ഫോർമുല, റിക്കേഷൻ ഫോർമുല, ബ്ലോക്ക് 2 യൂണിറ്റ് 5 കവർ ചെയ്യുന്ന ഒരു ടോപ്പിക് ആണത്. 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റിജിഡ് റോട്ടർ ആൻഡ് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ, മൊമെന്റ് ഓഫ് ഇനർഷ്യ, ബ്ലോക്ക് 2 യൂണിറ്റ് 5 തന്നെ വരുന്ന ടോപ്പിക് ആണ്. 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് സിഗ്നിഫിക്കൻസ്, ബ്ലോക്ക് 2 യൂണിറ്റ് 6 കവർ ചെയ്യുന്ന ടോപ്പിക് ആണ്. 2 തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ബോക്സ്, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ്, ബ്ലോക്ക് 1 യൂണിറ്റ് 4 കവർ ചെയ്യുന്ന ടോപ്പിക് ആണ്. ഒറ്റ തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. വാരിയേഷൻ തിയറം, സ്റ്റേറ്റ്മെന്റ് യൂസ് വിത്ത് സിമ്പിൾ ട്രയൽ ഫംഗ്ഷൻ, ബ്ലോക്ക് 3 യൂണിറ്റ് 9 കവർ ചെയ്യുന്ന ടോപ്പിക് ആണ്. ഒറ്റ തവണയാണ് അത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ ഹക്കൽ തിയറി, അതും ഒറ്റ തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഡാറ്റയുടെ ബേസിസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പൈ ചാർട്ട് ആണ് ഇത്. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA എല്ലാം നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ലേണേഴ്സിന്റെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ്, സോ നമ്മള് നമ്മൾ എന്ത് ചെയ്യാം, സ്ട്രാറ്റജിക് ആയിട്ട് തന്നെ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്, ഡിസംബറിലെ എക്സാമിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. വൺസ് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു ക്വസ്റ്റ്യനും നമ്മളൊരു 5 മിനിറ്റ്സ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കവർ ചെയ്യണം എന്ന് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഏതൊക്കെ കീ പോയിന്റ്സ് ആണോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനെല്ലാം ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇക്വേഷൻസ് എല്ലാം വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇക്വേഷൻസ് തന്നെ ഫസ്റ്റ് കവർ ചെയ്യുക. ഇക്വേഷൻസ് ഒരു പെർട്ടിക്കുലർലി ബോക്സിലേക്കായി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ പിന്നെ സിമെട്രി ഡയഗ്രാംസ് എല്ലാം, അതായത് C2V ടേബിൾസ്, മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാംസ്, ഇതെല്ലാം ചോദിക്കുന്ന ഭാഗത്ത് നിന്ന് കംപ്ലീറ്റ് ക്ലാരിറ്റിയില്ല മോളിക്കുലാർ ഡയഗ്രാം പ്രോപ്പറായി ലാബൽ ചെയ്ത് C2V ടേബിൾസ് എല്ലാം പ്രോപ്പർ ആയിക്കാണ്ട് മീൻസ് നീറ്റ് ആയിട്ട് സ്കെയിൽ എല്ലാം യൂസ് ചെയ്ത് അങ്ങനെ നീറ്റ് ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഓരോ ടോപ്പിക്കിന്റെയും പ്രോബബിലിറ്റി ആണ് നോക്കാൻ പോകുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേറ്റേഴ്സ് 100% പ്രോബബിലിറ്റി ആണ്. ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. ഇനി സെയിം ബ്ലോക്കിലെ യൂണിറ്റ് 3 വരുന്ന പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ്, എനർജി, ഗ്യാപ് ബോക്സ്, ലെങ്ത്, യൂണിറ്റ് 4 വരുന്ന 3 ഡയമെൻഷണൽ ബോക്സ്, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ്, ബ്ലോക്ക് 2 യൂണിറ്റ് 5 വരുന്ന ഹെർമൈറ്റ് പോളിനോമിയൽസ്, റോഡ്രിഗസ് ആൻഡ് റിക്കേഷൻ, ഇതെല്ലാം 100% പ്രോബബിലിറ്റിയിലുള്ള ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. സെയിം ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 5 റിജിഡ് റോട്ടർ, മൊമെന്റ് ഓഫ് ഇനർഷ്യ,
യൂണിറ്റ് 6 സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഹൈഡ്രജൻ ആറ്റം സെറ്റപ്പ്, ഹൈഡ്രജൻ ആറ്റം യൂണിറ്റ് 7 ഹൈഡ്രജൻ ആറ്റം ട്രാൻസിഷൻ സയനൈസേഷൻ റേഡിയൽ പ്ലോട്ട്സ്. ഇതെല്ലാം 100% പ്രോബബിലിറ്റിയിൽ ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ദെൻ യൂണിറ്റ് 2 ബ്ലോക്ക് 2 യൂണിറ്റ് 8 റസൽ സാൻഡേഴ്സ് കപ്ലിംഗ്, അത് 50% മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. യൂണിറ്റ് 9 വാരിയേഷൻ തിയറം ആൻഡ് ബേസിക് ആപ്ലിക്കേഷൻ, യൂണിറ്റ് 10 മൾട്ടി ഇലക്ട്രോൺ ഡീജനറസി പോളി കോണ്ടെക്സ്റ്റ്, യൂണിറ്റ് 10 ഹീലിയം ആറ്റം ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ, nth എനർജി, അതുപോലെ ഗ്രൂപ്പ് തിയറിക്കകത്തുനിന്ന് പോയിന്റ് ഗ്രൂപ്പ്സ്, C2V ടേബിൾ, H2O അസൈൻമെന്റ്, MO ഡയഗ്രാംസ്, ഇതെല്ലാം ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. അതുപോലെ ഹക്കൽ ബ്യൂട്ടാഡൈൻ, MOLCA ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, അതിന്റെ എല്ലാം ബേസിക്സ്, അതിന്റെ അപ്ലിക്കേഷൻസ്, H2+ലോട്ടുള്ള അപ്ലിക്കേഷൻസ്, അതുപോലെ ബോൺ ഓപ്പണിമർ സ്റ്റേറ്റ്മെന്റ് ആൻഡ് സിഗ്നിഫിക്കൻസ്, ഇതെല്ലാം ഹൈ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ്. എന്തുകൊണ്ട് ഹൈ കാറ്റഗറി എന്ന് ചോദിച്ചാൽ ഓവറോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഹൈ കാറ്റഗറിയിൽ കൊടുക്കുന്നത്. അതായത് ബോത്ത് ഡിസംബർ 2024 ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിനകത്ത് വരുന്ന വേറെ ഒന്നാണ് 1 ഡയമെൻഷണൽ ബോക്സ് എന്നുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അതായത് പ്രോബ്ലംസ് ഈ 1 ഡയമെൻഷണൽ ബോക്സ് എന്ന ക്വസ്റ്റ്യനകത്ത് നിന്ന് ടോപ്പിക്കിനകത്ത് നിന്നുള്ള പ്രോബ്ലംസ്, 3 ഡയമെൻഷണൽ ബോക്സിലെ സെപ്പറേഷൻ വാരിയബിൾ മെത്തേഡ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ഹെർമൈറ്റ് ആൻഡ് റോഡ്രിഗസ് റിക്കേഷൻ ഫോർമുല വെച്ചുള്ള പ്രോബ്ലംസ്, അതുപോലെ റിജിഡ് റോട്ടറിന്റെ കോണ്ടന്റ് സിഗ്നിഫിക്കൻസ്, ജെയുടെ കോണ്ടന്റ് നമ്പർ, ജെയുടെ സിഗ്നിഫിക്കൻസ്, MOI ഡെറിവേഷൻ, സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിന്റെ കാര്യം, ആ ഒരു ട്രാൻസിഷൻസ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റിലും സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റോട്ടുള്ള ട്രാൻസിഷൻ, ആ കാര്യങ്ങളെല്ലാം പ്രോബ്ലം ബേസ്ഡ് ടോപ്പിക്സ് ആണ്. അതുപോലെ ഹൈഡ്രജൻ ട്രാൻസിഷൻ, സയനൈസേഷൻ, റേഡിയൽ പ്ലോട്ട്, ഈ ടോപ്പിക്സ് എന്നെല്ലാം പ്രോബ്ലംസ് തന്നെ ചോദിക്കാറുണ്ട്. LS കപ്ലിംഗ്, വാരിയേഷൻ തിയറം, മൾട്ടി ഇലക്ട്രോൺ നോൺ ഡീജനറസി, ഹീലിയം ആറ്റത്തിന്റെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനും 0 പോയിന്റ് എനർജിയും, ഇതെല്ലാം ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി പറയുന്നതെല്ലാം ഏകദേശം ഒറ്റ തവണ മാത്രം അപ്പിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഗ്രൂപ്പ് തിയറിയിലെ C2V ടേബിൾ അത് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മോളിക്കുലാർ ഡയഗ്രാം ഓഫ് HF, ഹക്കൽ ബ്യൂട്ടാഡൈൻ EHT, LCAO ബേസിക്സ്, LCAO അതായത് അത് ഡിസംബറിലും ജൂണിലും അപ്പിയർ ചെയ്തിട്ടുള്ള ടോപ്പിക് ആണ്. ദെൻ ബോൺ ഓപ്പണിമർ അപ്രോക്സിമേഷൻസ്. ഓക്കെ, സോ നമ്മൾ ഒട്ടും മിസ് ചെയ്യാതെ പഠിച്ചു പോകേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് 1 ഡയമെൻഷണൽ 1D 3D പാർട്ടിക്കിൾ ഇൻ ബോക്സ്, ഹൈഡ്രജൻ ആറ്റം, ഹെർമൈറ്റ് റോട്ടർ, വാരിയേഷൻ തിയറി, ഗ്രൂപ്പ് തിയറി, ഹക്കൽ തിയറി, അപ്രോക്സിമേഷൻ മെത്തേഡ്സ്, മൾട്ടി ഇലക്ട്രോൺ, ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസും ചോദിക്കാം. സോ പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇക്വേഷൻ ഫസ്റ്റ് എഴുതുക, പ്രോപ്പർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് കാണിക്കുക, ഡയഗ്രാംസ് എല്ലാം പ്രോപ്പർലി ലാബൽ ചെയ്ത് കാണിക്കുക, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് തന്നെ എഴുതാൻ നോക്കുക. ഇനി LS കപ്ലിംഗ്, ഹീലിയം ആറ്റത്തിന്റെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ, 0 പോയിന്റ് എനർജി, ഇതിനകത്തും ഡെഫിനിഷൻസും സെലക്ഷൻ റൂളും വർക്ക്ഡ് എക്സാമ്പിൾസും ആ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് ടൈം ലിമിറ്റും കൂടെ ഒരു 5 to 12 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഓവറോൾ ആൻസർ കവർ ചെയ്യുന്ന രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ദെൻ ലെസ് ദാൻ 40%, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹൈ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണല്ലോ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അതൊരു 70%-ലേറെ ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സ് ഒരു 40 to 69%, ലെസ് ദാൻ 40% ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അതായത് വളരെ കുറവായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ്, യൂണിറ്റ് 1ലെയും യൂണിറ്റ് 8ലെയും കുറച്ച് ടോപ്പിക്സ് ആണത്. ഓക്കെ, അവിടുന്ന് വരുന്ന കുറച്ച് വളരെ റയർ ആയിട്ട് കാണാവുന്ന കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്.
സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 hour എക്സാം ആയിരിക്കും. മാക്സിമം മാർക്ക് വരുന്നത് 50 ആണ്. ഔട്ട് ഓഫ് 50 ആയിരിക്കും നമ്മുടെ എക്സാം വരുന്നുണ്ടാവുക. സോ ആൻസർ എനി 5 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ബോൺ ഓപ്പണിമർ അപ്രോക്സിമേഷൻ ആൻഡ് നെയിം വൺ സിറ്റുവേഷൻ വേർ ഇറ്റ് സിംപ്ലിഫൈസ് ഇലക്ട്രോൺ ന്യൂക്ലിയർ കപ്ലിംഗ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 വരുന്ന ഒരു ടോപ്പിക് ആണത്. എന്താണ് ബോൺ ഓപ്പണിമർ അപ്രോക്സിമേഷൻ? അതായത് approximation that decouples the motion of nuclei and electrons in a molecule. അല്ലെ, വളരെ ബ്രീഫ് ആയിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ന്യൂക്ലിയയെ ട്രീറ്റ് ചെയ്യേണ്ടത്? നിയർലി ഫിക്സ്ഡ്, അതായത് അവരുടെ മാസ് എല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. ലാർജർ ദാൻ ഇലക്ട്രോൺസ് ആണ്. ന്യൂക്ലിയസിന്റെ മാസ് വരുന്നത് ലാർജർ ദാൻ ഇലക്ട്രോൺസ് ആണ്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം വളരെ ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് പിന്നെ എക്സാമ്പിളും കൊടുക്കണേ. വിത്ത് എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫൈൻ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആൻഡ് സ്റ്റേറ്റ് ദ ഇംപ്ലിക്കേഷൻ ഫോർ മെഷേർഡ് ഐഗൻ വാല്യൂ. എന്താണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ? അതായത് എന്തായിരുന്നു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ? എ ക്യാപ് ഹെർമീഷ്യൻ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? എഫ് ഓഫ് എ ക്യാപ് ജി is equal to എ ക്യാപ് എഫ് ഓഫ് ജി എന്ന ആ കണ്ടീഷൻ എല്ലാം കുറച്ച് ഡിഫൈൻ ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഫോർ എ പാർട്ടിക്കിൾ ഇൻ 1 dimensional ബോക്സ് സ്റ്റേറ്റ് ദ പാരിറ്റി ഓഫ് nth ഐഗൻ ഫംഗ്ഷൻ വേർ n is equal to 0 ഈസ് അലൗഡ്. nth ഐഗൻ ഫംഗ്ഷനെ കുറിച്ച്, nth ഐഗൻ ഫംഗ്ഷന്റെ പാരിറ്റി, അതായത് nth ഐഗൻ ഫംഗ്ഷന്റെ പാരിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും എങ്ങനെയാണ് ആ ബോക്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ടിപ്പിക്കലി സൈൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ സൊല്യൂഷൻസ് സ്ട്രിക്റ്റ്ലി ഈവൻ ആവാം അല്ലെങ്കിൽ ഓഡ് ആവാം ആ ബോക്സിന്റെ ബൗണ്ടറീസ് അനുസരിച്ച്. സോ പാരിറ്റി എങ്ങനെ ആയിരിക്കും? സെൻസ് ഓഫ് ഇൻവേർഷൻ സിമെട്രി ആയിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാവുക. മെയിൻ ആയിട്ടും ഈ സിമെട്രി ഇൻവേർട്ട് ആവാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ n is equal to 0 ആണ്. 0 ആവുമ്പം നോട്ട് അലൗഡ് ആവും. സോ ബൗണ്ടറി കണ്ടീഷൻസിൽ n is equal to 1, 2, 3 അങ്ങനെ ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യാം, വളരെ ബ്രീഫ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ്, ഗിവ് ദ ഇലക്ട്രിക് ഡൈപോൾ selection rule for delta L in hydrogenic transitions and one physical reason for it. Electric dipole selection rule, allowed transitions in generally require ആയിട്ടുള്ള allowed transition ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഡെൽറ്റ L is equal to plus or minus 1 ആയിരിക്കും. അങ്ങനെ അതിന്റെ ഫിസിക്കൽ റീസൺ എഴുതാം. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ നോക്കാം. What is the physical meaning of rotational quantum number J in the rigid rotor? Rigid rotorന്റെ physical significance ആണ്. J actually represent ചെയ്യുന്ന ടോട്ടൽ റൊട്ടേഷണൽ ആംഗുലാർ മൊമെന്റത്തെയാണ്. ജെക്ക് അലൗഡ് ആയിട്ടുള്ള വാല്യൂസ് 0, 1, 2, 3 അങ്ങനെ ആയിരിക്കും. റൈറ്റ് ദ റേഞ്ചസ് ഓഫ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആർ തീറ്റ ഫൈ. അതിന്റെ റെസ്ട്രിക്ഷൻ ആണ്. R 0 to infinity, തീറ്റ ആണെങ്കിൽ 0 to pi, ഫൈ ആണെങ്കിൽ 0 to 2 pi. അതെന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതുക. R less than or equal to 0 less than or equal to R less than or equal to infinity അങ്ങനെ എഴുതാം. ജസ്റ്റ് വേർഡ്സിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും നോക്കാം. Then നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ആൻഡ് ഹൗ ഈസ് ഇറ്റ് റെഡ്യൂസ്ഡ് യൂസിംഗ് ദി ക്യാരക്ടേഴ്സ്? നെയിം ദ സ്റ്റെപ്സ് ഓൺലി. എന്താണ് റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ? അതായത് റെപ്രസെന്റേഷൻ ഓഫ് എ ഗ്രൂപ്പ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ബൈ എ സ്യൂട്ടബിൾ ചേഞ്ച് ഓഫ് ബേസിസ് ഇൻ ടു ബ്ലോക്ക് ഡയഗണൽ ഫോം കമ്പോസ്ഡ് ഓഫ് സ്മാളർ ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസ്. 1 ലൈനിൽ വരുന്ന റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ഡെഫിനിഷൻ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇതെന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു ഡെഫിനേഷൻ ഒന്ന് എഴുതുക. വളരെ ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഹീലിയം ഒരു പ്രോബ്ലം ആണ്. അത് അപ്രോക്സിമേഷൻ പാർട്ട് എന്ന് വരുന്ന ഒരു പ്രോബ്ലം ആണ്. ഇഗ്നോറിംഗ് ഇ റിപ്പൽഷൻ, എസ്റ്റിമേറ്റ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി E0 ഓഫ് ഹീലിയം ബൈ ആഡിംഗ് 2 ഹൈഡ്രോജനിക് 1s energies with Z is equal to 2. Use En is equal to 13.6 electron volt. 13.6 Z square by N square electron volt and E0 in electron volt. ഇലക്ട്രോൺ വോൾട്ടിലുള്ള 0 പോയിന്റ് എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ En എന്ന് പറഞ്ഞാൽ എന്താ? 13.6 Z square by N square electron volt. Z എന്ന് പറയുന്നത് ന്യൂക്ലിയർ ചാർജ് ആയിരിക്കും. N പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇനി ഹീലിയത്തിന്റെ കേസിൽ എന്തായിരിക്കും? Z is equal to 1 ആണ്. 1s അറ്റോമിക് ഓർബിറ്റൽ ആയതുകൊണ്ട് തന്നെ N is equal to 1 ആയിരിക്കും. സോ ഹൈഡ്രജൻ ലൈക്ക് ആയിട്ട് മാറും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻസർ കണ്ടുപിടിക്കുക. നെക്സ്റ്റ്, ഇവാലുവേറ്റ് ദി കമ്മ്യൂട്ടേറ്റർ X, PX,
square given xpx is equal to IH cross. Comment on its meaning for simultaneous measurements. ഇവിടെ എക്സ് പി എക്സ് എന്നുള്ളത് കാനോനിക്കൽ കമ്മ്യൂട്ടേറ്റർ ആണല്ലോ. സോ എക്സ് പി എക്സ് IH ക്രോസ് ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് പി എക്സ് സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം എ ബി സി എന്ന രീതിയിലാണെങ്കിൽ കമ്മ്യൂട്ടേറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? ബി ഇൻറ്റു എ സി ഈക്വൽ ടു എ ബി ഇൻറ്റു സി ആയിരിക്കും അല്ലെ. സോ ഇവിടെ എക്സ് എ എക്സ് ആയിട്ട് എടുക്കുക, ബി പി എക്സ് ആയിട്ട് എടുക്കുക, സി പി ഇസെഡ് ആയിട്ട് എടുക്കുക. ജസ്റ്റ് ഡയറക്റ്റ് കമ്മ്യൂട്ടേറ്റ് ചെയ്ത് കണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. Then a particle of mass m is equal to 9.11 into 10 raised to minus 31 kilogram in a one-dimensional box of length 1.20 nanometer. Calculate delta E, E2 minus E1. H in the value തന്നിട്ടുണ്ട് 6.626 into 10 raised to minus 34 joule ആണ്. നമുക്കറിയാം ഇ എന്നിന്റെ എക്സ്പ്രഷൻ എന്താണ്? എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 8m എൽ സ്ക്വയർ ആണ്. സോ എൻ ഇസ് ഈക്വൽ ടു 1ഉം എൻ ഇസ് ഈക്വൽ ടു 2ഉം ആകുമ്പോഴുള്ള ഇന്റെ എക്സ്പ്രഷൻസ് എഴുതുക. ഡെൽറ്റ E2 മൈനസ് E1 കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ദി ടൈം നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. എ കോൺജുഗേറ്റഡ് ചെയിൻ ഷോസ് ഇറ്റ്സ് ലോങ്സ്റ്റ് അലൗഡ് ട്രാൻസിഷൻ ലാംഡ മാക്സ് 240 നാനോമീറ്റർ. എസ്റ്റിമേറ്റ് എൽ ഫ്രം ഡെൽറ്റ ഇ എച്ച് സി ബൈ ലാംഡ. അതായത് ജസ്റ്റ് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. സി നമുക്ക് ഡെൽറ്റ ഇ കിട്ടിക്കഴിഞ്ഞു. ഡെൽറ്റ ഇ എന്താണ്? ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എച്ച് സി ബൈ ലാംഡയാണ്. ലാംഡയും നമുക്കറിയാം. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺജുഗേറ്റഡ് ചെയിൻസിന്റെ ലോങ്സ്റ്റ് അലൗഡ് ട്രാൻസിഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റാർട്ടിങ് ഫ്രം ദി ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ, സെപ്പറേറ്റ് ദ വാരിയബിൾസ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ക്യൂബിക് 3D ബോക്സ് ഓഫ് സൈഡ് A, state boundary conditions and write the normalized eigenfunction and energy expression. ഇതെന്താ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 3-dimensional ബോക്സിന്റെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷന്റെ ഫോർമുലേഷൻ, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ, വേവ് ഫംഗ്ഷന്റെ നോർമലൈസ്. അതായത് √8/a³ sin nx by pi, sin nx by a, nx pi by a into x, sin ny pi by b, pi by a into y, sin nz pi by a into z. ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടുമല്ലോ. അത് സോൾവ് ചെയ്തെടുക്കാനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അത്. നെക്സ്റ്റ്, യൂസിങ് റോഡ്രിഗസ് ഫോർമുല ഒബ്റ്റെയിൻ h1 of x, h3 of x, ഷോയിങ് ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സ്. അതായത് എന്തായിരുന്നു? റോഡ്രിഗസ് ഫോർമുലയിലെ ഹെർമൈറ്റ് പോളിനോമിയൽസിന്റെ ഒരു ഭാഗമാണത്. hn of x is equal to minus 1 raised to n e raised to x square dn by dx raised to n e raised to minus x square. അതിനകത്ത് എന്ത് ചെയ്യുക? n-ന് 1ഉം n-ന് 3ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. 2 point mass m1 1 kilogram, m2 2 kilogram on a massless rod of length 0.8 meter, rotate about their center of mass. Derive the moment of inertia. Moment of inertia കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? m1 by m2 divided by m1 plus m2 into l square. L എന്താണെന്ന് അറിയാം, m1 എന്താണെന്ന് തന്നിട്ടുണ്ട്, m2 തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Then for the hydrogen atom, compute the wave number and wavelength for transition n is equal to 5 to 2. റെഡ്ബർഗ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 1.097 into 10 raised to 7 meter inverse എന്ന്. സോ നമുക്കിത് എങ്ങനെ? ന്യൂ ബാർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വേവ് നമ്പർ RH into 1/n1 square minus 1/n2 square. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ റസൽ സാണ്ടേഴ്സ് LS coupling and its list possible J values of for a P3 term. ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. LS കപ്ലിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇൻഡിവിജ്വൽ ഇലക്ട്രോൺ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം വെക്റ്റർ ആയിരിക്കും. ആ വെക്റ്റർ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അങ്ങനെ ടോട്ടൽ ആംഗുലാർ മൊമെന്റാ വരുന്നത്. പിന്നെ എന്താണ്? L and S കമ്പൈൻ ചെയ്യും. അപ്പം ടോട്ടൽ ഇലക്ട്രോണിക് ആംഗുലാർ മൊമെന്റ് J is equal to L plus N ആകും. അതിനെ നമ്മൾ അറ്റോമിക് ലെവലിനെ സ്പെസിഫൈ ചെയ്യുന്ന ടേം സിമ്പിൾ ആണ് ആക്ച്വലി LJ2+1 എന്ന് പറയുന്നത്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ആ P3 ടേം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സൂപ്പർ സ്ക്രിപ്റ്റ് 3 ആണ്. സോ 2s+1 മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? 3 ആയിരിക്കും. S അതുകൊണ്ട് തന്നെ 1 ആയിരിക്കും. P ആയതുകൊണ്ട് L എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ ഡയറക്റ്റ് നമ്മുടെ ആ ഫോർമുലയിൽ കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ ഹൈഡ്രജൻ ആറ്റം 2s ഓർബിറ്റൽ
Sketch, describe the radial probability distribution and give the radius of the node A0 0.529 Armstrong, R node to A0. So radial probability distribution hydrogen atomത്തിന്റെ 2s ഓർബിറ്റലിൽ നമുക്ക് എങ്ങനെയാണ് പി ഓഫ് ആർ ഇസ് ഈക്വൽ ടു 4πr² r20 r ഹോൾ സ്ക്വയർ എന്നായിരിക്കും ആൻസർ വരുന്നുണ്ടാവും അല്ലെ. റേഡിയൽ നോഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? n-l-1 വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ആക്ച്വലി ഒരു ഡെറിവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, റേഡിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ. State and prove variation theorem using the trial function psi of x is equal to a into 1 by x square minus 1 by x square by l square for a particle in one-dimensional box 0 less than or equal to x less than or equal to l. Obtain an upper bound to E1. Provide the integrals you evaluate and numerical estimate for L is equal to 1. ഒരു വാരിയേഷൻ തിയറത്തിന്റെ പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ട വേവ് ഫംഗ്ഷൻ. ട്രയൽ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ ഇവിടെ അറിയേണ്ടുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഈ psi of t is equal to psi t of h മോഡുലസ് h into psi t divided by psi t greater than or equal to E0 എന്നുള്ള ഒരു എക്സ്പ്രഷൻ. Okay. Next, for SO2 bend planar, identify all symmetry elements, assign the point group and construct group multiplication table for the principal operation. So ഇവിടെ ഏതായിരിക്കും? SO2 bend and planar ആണ് തന്നിട്ടുണ്ട്. സോ അതിനകത്ത് വരുന്ന സിമെട്രി എലമെന്റ്സ് identity C2 sigma v sigma dash v. C2 മോളിക്കുലർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്, സിഗ്മ വി മോളിക്കുലാർ പ്ലെയിന്, സിഗ്മ ഡാഷ് വി പെർപെൻഡിക്കുലർ പ്ലെയിൻ ആയിരിക്കും. പ്ലെയിൻ പെർപെൻഡിക്കുലർ ത്രൂ എസ്, അതായത് എസിന് സൾഫർ ആറ്റത്ത് ബൈസെക്ട് ചെയ്ത് പോകുന്ന പോലത്തെ ഒരു പ്ലെയിൻ. അതുകൊണ്ട് തന്നെ പോയിന്റ് ഗ്രൂപ്പ് C2v ആയിരിക്കും. Okay. Next, using valence bond theory, formulate trial wave function for H2, including the overlap integral S and normalization constant. Given S is equal to 0.60, R is equal to 0.74 Armstrong. Indicate how singlet triplet spin state arise and compute the normalization factor. വാലൻസ് ബോണ്ട് തിയറി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാലൻസ് ബോണ്ട് ട്രയൽ ഫംഗ്ഷൻ ഫോർ ഹൈഡ്രജൻ ആറ്റം. അതായത് വാലൻസ് ബോണ്ട് തിയറിയിലെ സ്പേഷ്യൽ പാർട്ട്, ഹൈഡ്രജൻ വേവ് ഫംഗ്ഷന്റെ സ്പേഷ്യൽ പാർട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം? ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ആയിട്ട് എഴുതാം. അതിനൊരു എക്സ്പ്രഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഓരോ ടേംസും പ്ലസ് ഗീവ്സ് എന്താണ്? സിമെട്രിക് സ്പേഷ്യൽ ഫംഗ്ഷൻ, അതായത് സിംഗ്ലെറ്റ് സ്പിൻ സ്റ്റേറ്റ് ആയിരിക്കും. മൈനസ് ആന്റി സിമെട്രിക് സ്പേഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കും. ട്രിപ്ലെറ്റ് സ്പിൻ സ്റ്റേറ്റ് ആയിരിക്കും. ടോട്ടൽ വേവ് ഫംഗ്ഷൻ ആന്റി സിമെട്രിക് ആയിരിക്കും. സിംഗ്ലെറ്റ് സ്പിന്ന് ആന്റി സിമെട്രിക്, സിമെട്രിക് സ്പേഷ്യൽ, ട്രിപ്ലെറ്റ് സ്പിന്ന് സിമെട്രിക് സ്പിന്ന്, ആന്റി സിമെട്രിക് സ്പേഷ്യൽ. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ്, ഫോർ H2 പ്ലസ് വിത്ത് ട്രയൽ ഫംഗ്ഷൻ psi പ്ലസ് മൈനസ് n phi a plus or minus phi b using S is equal to 0.50 HAA 1.10 Hartree HAB 0.20 Hartree. To obtain EX is equal to HAA plus HAB divided by 1 plus or minus S in electron volt Hartree. Okay. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ H2+ ആണ് ട്രയൽ ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. വേറെ നമുക്ക് തന്ന കാര്യങ്ങളാണ് S 0.50 തന്നിട്ടുണ്ട്, HAA തന്നിട്ടുണ്ട് 1.10 ഹാർട്രി ആണ്. HAB അറിയാം. 1 ഹാർട്രി എത്രയാണെന്ന് നമുക്കറിയണം. 1 ഹാർട്രി അതും നമുക്ക് തന്നിട്ടുണ്ട്. 1 ഹാർട്രി തന്നിട്ടുണ്ട്. നമുക്ക് എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് E പ്ലസ് മൈനസ് ഇസ് ഈക്വൽ ടു HAA പ്ലസ് ഓർ മൈനസ് HAB ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഓർ മൈനസ് S ആയിരിക്കും. ഇതിനകത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Next, draw the qualitative molecular energy level diagram for NO plus and compute its bond order. Justify pi sigma ordering in the 2p manifold for heteronuclear diatomic cation. Molecular orbital theory എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. സോ NO പ്ലസിന്റെ ആണ്. NO പ്ലസിന് നമുക്കറിയാം
10 വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം നൈട്രജനില് 5 ഇലക്ട്രോൺസും ഓക്സിജനില് 6 ഇലക്ട്രോൺസും പ്ലസ് ആയതുകൊണ്ട് തന്നെ -1 ഉണ്ടാകും. പിന്നെ അതിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതുക. ഡയറക്റ്റ് എന്ത് ചെയ്യാം, മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരക്കാം. പിന്നെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ n ബോണ്ടിങ് മൈനസ് n ആന്റി ബോണ്ടിങ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ബോണ്ട് ഓർഡർ വരുന്നുണ്ടാവുക 3 ആയിരിക്കും. NO പ്ലസിന്റെ ബോണ്ട് ഓർഡർ 3 ആണ് വരുന്നത്. നെക്സ്റ്റ്, യൂസിങ് ഹെക്കൽ തിയറി ഓഫ് ബ്യൂട്ടാഡൈൻ വിത്ത് ആൽഫ ഈക്വൽ ടു 0 ഇലക്ട്രോൺ വോൾട്ട്, ബീറ്റ ഈക്വൽ ടു -2.50 ഇലക്ട്രോൺ വോൾട്ട്, write the 4 pi MO energies and order the corresponding wave functions. Comment briefly on how extended Haeckel theory adjusts parameters to better match ionization potential. ഹെക്കൽ തിയറി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൽഫ 0 ആണ്, ബീറ്റ -2.50 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ n is equal to 4 ലീനിയർ പോളീൻ ആയതുകൊണ്ട് തന്നെ ഈ കെ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് 2 ബീറ്റ ഇൻറ്റു കോസ് കെ പൈ ബൈ n പ്ലസ് 1 ആയിരിക്കും. വേർ കെ ഇസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ആൽഫ 0 ആവുമ്പം ഈ കെ ഇസ് ഈക്വൽ ടു 2 ബീറ്റ കോസ് കെ പൈ ബൈ 5. അങ്ങനെ ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം. വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻസും കാണിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെഷൻ വരുന്നത്. ഓവറോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് പോകണം, അങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദി എക്സാംസ്. ഈ ഡിസംബറിൽ വരുന്ന എല്ലാ എക്സാംസും എൻ്റെ എല്ലാ ലേണേഴ്സിനും നമ്മുടെ ഡിസംബറിലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫ്രം ദി ഹോൾ ലേൺ വൈസ് ടീം. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.